കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട്, അതായത് 2024 ഇലക്ഷന് മുമ്പ്, ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ മുമ്പ്, അതേപോലെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെയധികം ഇൻ്റർനാഷണൽ മീഡിയ ഇന്ത്യ ഗവൺമെൻറ്റിനെയും മോദി ഗവൺമെൻറ്റിനെയും BJPയും അതിശക്തമായ രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യം നശിക്കുവാൻ പോകുന്നു. മോദി ഗവൺമെൻറ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സെക്യുലർ രാജ്യത്തിൽ നിന്നും മാറുവാൻ പോകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഫ്രീഡം നശിക്കുന്നു. അതായത് ഏകദേശം 19% ഇന്ത്യയിലെ മൈനോറിറ്റിയായ മുസ്ലിങ്ങളുടെ ഫ്രീഡം നശിക്കുന്നു. അവരെ തകർക്കുവാനാണ് മോദി ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഹിന്ദുത്വ അജണ്ട. ഇതൊക്കെ പറയുന്ന പല ഇൻ്റർനാഷണൽ മീഡിയകളും ഇപ്പോൾ ഇന്ത്യയിലുള്ള അതിന് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ജേർണലിസ്റ്റുകളാണെങ്കിലും ചില ബുദ്ധിജീവികളാണെങ്കിലും ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിലും, അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇതിനനുകൂലമായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികളെന്ന് പറയുന്നത് എല്ലാം ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളവരാണ്. അതായത് കോൺഗ്രസിനോട് വളരെ ദീർഘകാലം ബന്ധമുള്ളവർ. ഇവരെല്ലാം പറയുന്ന സംഭവം ഇതിനനുകൂലമായിട്ടാണ്. ഇന്ത്യയിലെ ജനാധിപത്യം നശിക്കുന്നു, മുസ്ലിങ്ങൾക്ക് ഇവിടെ ഫ്രീഡമില്ല, അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ പറയുന്നു. ഇപ്പം ഇവരെല്ലാം വിസ്മരിക്കുന്ന ചില പോയിന്റുകളുണ്ട്. ഈ പറയുന്ന ഇൻ്റർനാഷണൽ മീഡിയ, അതായത് നമ്മളിപ്പോൾ എടുക്കുക ഫ്രാൻസ് 24 എന്ന് പറയുന്ന അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചാനൽ, അതേപോലെ അവിടുത്തെ പത്രങ്ങൾ, ജർമ്മൻ പത്രങ്ങൾ, ഡെൻമാർക്കിലെ പേപ്പർ, അയർലൻഡ് ന്യൂസ് പേപ്പർ, ജർമ്മൻ ന്യൂസ് പേപ്പർ, അവിടുത്തെ ടെലിവിഷൻ ചാനൽ, അമേരിക്കൻ വാൾ സ്ട്രീറ്റ് ജേണൽ, അതേപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റ്, അവിടുത്തെ പത്രങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുവാൻ ഇന്ത്യയിലെ BJPക്കാർക്ക് എവിടെയും കഴിയുന്നില്ല. അതാണ് പല ഡിബേറ്റിലും ഞാൻ കണ്ടത്. അപ്പം ബേസിക്കലി ഈ രാജ്യങ്ങൾ, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറയുന്ന ഈ രാജ്യങ്ങൾ, ഒരു ഫ്രാൻസിൻ്റെ കാര്യം എടുക്കാം. ഫ്രാൻസ് എന്താണ് ചെയ്തത്? കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1000-ൽ പരം മദ്രസകളാണ് അവർ അടപ്പിച്ചത്. അതേപോലെ തന്നെ അവരുടെ ഫ്രാൻസിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 700-ൽ പരം ഇസ്ലാമിക് ക്ലർജീസ്, അതായത് ഇസ്ലാമിക് പണ്ഡിതന്മാരെ കയറ്റിവിട്ടു. പിന്നീട് എന്താണ്, ഇസ്ലാമായിട്ട് വിശ്വാസമുള്ളവരുടെ പേരുകൾ സ്കൂളുകളോ കോളേജുകളിലോ വന്നു കഴിഞ്ഞാൽ അവരെ പ്രത്യേകം മോണിറ്റർ ചെയ്യാൻ ഒരു സെല്ലുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഇസ്ലാമിൽ വിശ്വാസമുള്ളവർക്ക് ഈ പർദ്ദ, വെയിൽ എന്ന് പറഞ്ഞ ഈ കുപ്പായം ഉണ്ടല്ലോ, മറ്റേ കണ്ണൊക്കെ മൂടുന്നത്, അതുപോലും പബ്ലിക്കിലിടാൻ പറ്റത്തില്ല. ഇതെല്ലാം നടപ്പിലാക്കിയ രാജ്യമായ ഫ്രാൻസിലെ പത്രമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഫ്രീഡമില്ല എന്ന് പറയുന്നത്. ഇനി ഡച്ച്, ആംസ്റ്റർഡാം, അതായത് നെതർലാൻഡ്സിൻ്റെ കാര്യം എടുക്കാം. അവിടെ കഴിഞ്ഞിടയ്ക്കാണ് ഇലക്ഷൻ വന്ന് പുതിയ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം ഇലക്ഷന് വരുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? നെതർലാൻഡ്സിൽ അദ്ദേഹം അധികാരത്തിലേറി കഴിയുവാണെങ്കിൽ ഒരൊറ്റ മുസ്ലിം പള്ളി പോലും അവിടെ കാണില്ലെന്നാണ് പറഞ്ഞത്. ഒരു മുസ്ലിം മദ്രസകൾ അവിടെ കാണില്ല, മുസ്ലിം വർഷിപ്പ് അവിടെ കാണില്ല. ഇത് പറഞ്ഞ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ രാജ്യമായ ഡച്ച്, അവരാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ പറ്റി പറയുന്നത്. ആലോചിച്ച് നോക്കുക. ഇനി ഡെൻമാർക്കിൻ്റെ കാര്യം എടുക്കുക. അവർ വല്ലാത്ത രീതിയിലാണ് അറ്റാക്ക് ചെയ്ത് ഇന്ത്യയെ. എന്താണ് അവർ പറഞ്ഞത്? അത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് എടുക്കുന്നത്. എന്താണ് ഡെൻമാർക്ക് പറഞ്ഞത്? ഡെൻമാർക്ക് എന്താ പറയുന്നത്? അവിടുത്തെ പത്രം എന്താ പറഞ്ഞത്? അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഫ്രീഡമില്ല. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മത്സരിക്കാൻ പോലും തയ്യാറാകുന്നില്ല, ഭയന്നിട്ട്. അതേപോലെയാണ് മോദി അവരെ ഭീഷണിപ്പെടുത്തുന്നത്. എന്താണ് ഡെൻമാർക്ക് ചെയ്തത്? അത് അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലിലെല്ലാം വന്ന സംഭവമാണ്. ഡെൻമാർക്കിൽ ഒരുമിച്ച് താമസിക്കുന്ന മുസ്ലിങ്ങളെ അവർ ഷാറ്റർ ചെയ്തു, പല ഭാഗത്തായിട്ട് താമസിക്കാൻ പറഞ്ഞു. അത് ഗവൺമെൻറ്റിൻ്റെ സംഭവം എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക, പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. എന്തിനാണ് അത് ചെയ്തത്? മുസ്ലിങ്ങൾ ഒരിടത്ത് താമസിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഭീഷണിയാണ്. അതിൻ്റെ പേരിൽ അവരെ പല ഭാഗത്തായിട്ട്
പല ഐസൊലേറ്റഡ് പോയിന്റുകളിൽ താമസിപ്പിക്കണം. ആ ഗവൺമെൻറ് പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഫ്രീഡം ഇല്ല എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക. ഇനി എടുക്കുക ജർമ്മനി. ഈ പാലസ്തീൻ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മനിയിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചൊരു റാലി പോലും നടത്തുവാൻ അവർ സമ്മതിച്ചില്ല. ഏകദേശം 700 പേരെയാണ് അവർ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്. അവിടെ പബ്ലിക്കായിട്ട് മറ്റേ തബ്ലീഗ് എന്ന് അള്ളാഹു എന്ന് പറഞ്ഞുള്ള റാലി അതുപോലും ബാൻ ചെയ്തു. ഒഫീഷ്യലി ബാൻ ചെയ്ത രാജ്യമാണ് ജർമ്മനി. അതേപോലെ പല രാജ്യങ്ങളും. ഈ രാജ്യങ്ങളാണ് ഇന്ത്യക്കെതിരെ അറ്റാക്ക്. ഇന്ത്യയിൽ എവിടെയാണ് ബാൻ ചെയ്തേക്കുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എവിടെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഈ പരിപാടികളൊക്കെയുണ്ട്. പിന്നെ ഈ രാജ്യങ്ങളൊക്കെ എന്തിനാണ് മുസ്ലിങ്ങളെ പലയിടത്തും ബാൻ ചെയ്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്തുവാ? ഇസ്ലാമിക ഭീകരവാദം. അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന പോയിന്റ്. ഇന്ത്യയിൽ ഈ സംഭവമുണ്ട്. കാശ്മീർ ഇഷ്യൂ, പലയിടത്തും ബോംബ് പൊട്ടുന്നു. ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഗവൺമെൻറ് ചെയ്തു. അതിലെന്ത് തെറ്റാണുള്ളത്? ആ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, അമേരിക്കയും ചെയ്യുന്നുണ്ട്, ബ്രിട്ടനും ചെയ്യുന്നുണ്ട്, ലോകത്തെല്ലാ രാജ്യങ്ങളും അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റെസ്ട്രിക്ഷൻ ഇന്ത്യയിൽ ഈ പറയുന്നവരെ തെറ്റുകാരെ അറസ്റ്റ് ചെയ്തു. ഇവിടെ ചില ബുദ്ധിജീവികൾ ടെലിവിഷൻ ചാനലിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്ത രാജ്യം ഈ സമയത്ത് ഇന്ത്യയാണ്. തെറ്റാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്ത് എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. തെറ്റുകാരല്ലാത്തവരെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഇന്ത്യയിൽ ഇവരെ കുറ്റവാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. അതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഇവിടെ PFA പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. ഇതിനെയാണ് ഇവർ പറയുന്ന മുസ്ലിം അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഈ BJPക്ക് പറ്റുന്നില്ല. പലവരും ടെലിവിഷൻ ചാനലിൽ ചോദ്യങ്ങൾക്കൊന്നും പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. അതേപോലെ അന്തർദേശീയ ചാനലിൽ ഇന്ത്യയിലെ സോക്കോൾഡ് ബുദ്ധിജീവികൾ ഇന്ത്യക്കെതിരായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. അതായത് ഏറ്റവും പ്രധാന പ്രശ്നം, ഈ ചാനലെല്ലാം തുടക്കത്തിലെല്ലാം പറയുന്നുണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തായി, ഇന്ത്യ എക്കണോമിക്കലി ബൂം ചെയ്തു മോദി ഭരണത്തിൽ. അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇപ്പോൾ അവിശ്വസനീയമായി തോന്നിയത് ഇന്ത്യയുടെ ഈ മാറ്റങ്ങൾ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ലോകത്ത് വൻ ശക്തിയായിട്ട് ഇന്ത്യ മാറും. ഇതിൻ്റെ അസൂയൊക്കെ വെച്ചാണ് ഇവർ അടിച്ചു വിടുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിലെ ചില ബുദ്ധിജീവികളും ചില പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ തയ്യാറാകുന്നുണ്ട്. മറ്റൊരു സംഭവം ഇവർ പറയുന്നതാണ് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഡിവിഷൻ. മറ്റൊരു പോയിൻ്റാണ് ഈ വിദേശ മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ തമ്മിൽ. അതായത് ഇവർ സെപ്പറേറ്റ് ആകാൻ പോവുകയാണെന്ന് തന്നെ പറഞ്ഞു വിടുകയാണ്. അതായത് എല്ലാ രീതിയിലും ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ മാധ്യമങ്ങൾ. ഓരോ ഇന്ത്യക്കാരനും കരുതിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചില വിഷയമാണ് ഞാൻ ഈ പറഞ്ഞു പോയത്.